السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وخاتم النبيين ورسول رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനവും ആദരവുകളും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തോടു കൂടെ ഉള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അന്നൂർ ഇസ്ലാമിക് ക്ലാസ് റൂമിൻ്റെ വേദിയിലാണ് നാം എല്ലാവരും ഉള്ളത്. അല്ലാഹു തആല കബൂലാക്കട്ടെ, അല്ലാഹു തആല കബൂലാക്കട്ടെ. വിശുദ്ധമായ ദീനുൽ ഇസ്ലാം, ആ ഇസ്ലാമിൻ്റെ ദിനചര്യങ്ങളായ ഇസ്ലാമും ഈമാനും പഠിക്കൽ നമുക്കെല്ലാവർക്കും നിർബന്ധമായ കാര്യമാണ്. അതിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാവുന്ന അതിൻ്റെ മുന്നോടിയായി നമ്മൾ ക്ലാസ് തുടങ്ങി. ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞു, കൈകാലുകളൊക്കെ കഴുകി വൃത്തിയായി നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും എല്ലാവരും. നിങ്ങൾ ചിന്തിക്കേണ്ടത്, നാം ഓരോരുത്തരും ചെയ്യുന്ന രൂപം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ചിന്തിച്ച് നോക്കുക. ഞാൻ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ വിഷയത്തിൽ അതുപോലെയാണെങ്കിൽ നിങ്ങൾ വിജയിച്ച് വരാം. ഇൻഷാ അല്ലാഹ് കൈകാലുകളൊക്കെ നല്ല വൃത്തിയായി കഴുകി അല്ലേ? എല്ലാവരും കഴുകിയിട്ടുണ്ടാവും, ശ്രദ്ധിക്കുന്നുണ്ടാവും. ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരിൻ്റെ കൂട്ടുകാരൊക്കെ ആ കാലുകൾ കഴുകുന്ന സമയം ആ കാലുകളിലെ നഖങ്ങളും രോമങ്ങളും ഉള്ളും പുറവും വിരലുകളും കഴുകൽ നിർബന്ധമാണ്. മനസ്സിലായോ? കാലുകളിലെ നഖങ്ങളും രോമങ്ങളും ഉള്ളും പുറവൊക്കെ കഴുകൽ എന്താണ്? നിർബന്ധമാണ്. കാലുകളിലോ വുളൂഇൻ്റെ മറ്റു ഏതെങ്കിലും അവയവങ്ങളിലോ മുള്ളോ മറ്റോ തറച്ചാൽ അതിൻ്റെ അറ്റം പുറത്ത് കാണുന്നുണ്ടെങ്കിൽ, അതിൻ്റെ തല പുറത്ത് കാണുന്നുണ്ടെങ്കിൽ പറിച്ചെടുത്ത് ഉൾഭാഗത്തേക്ക് വെള്ളം എത്തിക്കൽ നിർബന്ധമാണ്. മനസ്സിലായോ? കാലുകളിലോ വുളൂഇൻ്റെ മറ്റ് ഏതെങ്കിലും അവയവങ്ങളിലോ മുള്ളോ മറ്റോ തറച്ചാൽ അതിൻ്റെ തല പുറത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ പറിച്ചെടുത്ത് ഉൾഭാഗത്തേക്ക് വെള്ളം എത്തിക്കൽ നിർബന്ധമാണ്. പിന്നെന്താണ്? പറിച്ചെടുക്കാൻ പ്രയാസമാണെങ്കിൽ, കാല് കയറിയ മുള്ളാണെങ്കിൽ അത് പറിച്ചെടുക്കാൻ പ്രയാസമായും ആണെങ്കിൽ അതിനു വേണ്ടി തയമ്മം ചെയ്യണം. പറിച്ചെടുക്കാൻ പ്രയാസമാണെങ്കിൽ എന്ത് ചെയ്യണം? തയമ്മം ചെയ്യണം. പുറത്തേക്ക് കാണുന്നില്ലെങ്കിലോ, ആ മുള്ള് പോലത്തെ സാധനം പുറത്തേക്ക് കാണുന്നില്ലെങ്കിലോ എന്ത് ചെയ്യണം? പറിച്ചെടുത്ത ഉള്ളു കൈകൾ നിർബന്ധമില്ല. പറിച്ചെടുത്ത മുള്ള്
അതിൻ്റെ ഉള്ളിൽ പിന്നെ കൈകൾ നിർബന്ധം ഇല്ല. പുറത്തേക്ക് കാണുന്ന മുള്ള് പറിച്ചെടുത്ത് അകം കൈകൾ നിർബന്ധമാണ്. പുറത്തേക്ക് കാണുന്ന മുള്ള് പറിച്ചെടുത്ത് എന്ത് ചെയ്യണം? അകം കൈകൾ നിർബന്ധമാണ്. ഇതൊക്കെ തർത്തീബായിട്ട് ക്രമപ്രകാരം വുളുവിൻ്റെ നീയത്തോടുകൂടെ അല്ലേ, നീയത്ത് മുതൽ ഇതുവരെ തർത്തീബോടുകൂടെ ശ്രദ്ധിച്ച് സാവധാനം സംസാരിക്കാതെ ആ വുളു, ആദ്യമുള്ള വുളുവിൻ്റെ നീയത്ത് വുളു കഴിയുന്നവരെ മനസ്സിലുണ്ടായിരിക്കണം. തർത്തീബോടുകൂടെ ചെയ്യാം. തർത്തീബ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ക്രമത്തിൽ ചെയ്തു വരേണ്ട കാര്യങ്ങളാണ്. വുളുവിൻ്റെ നീയത്തോടുകൂടി മുങ്ങിക്കുളിച്ചാൽ തർത്തീബില്ലെങ്കിലും എന്ത് ചെയ്യും? വുളുവിൻ്റെ ലഭിക്കും. തർത്തീബില്ലെങ്കിലും വുളു ലഭിക്കും. വുളു നമ്മൾ പുഴയിലോ കുളത്തിലോ കുളിക്കാൻ ഇറങ്ങുമ്പോഴാണ് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തത്. അപ്പം എന്ത് ചെയ്യുക? ലോഹറിൻ്റെ ബാങ്ക് കൊടുത്തപ്പോൾ എന്ത് ചെയ്യണം? പള്ളിയിൽ നിന്ന് കുളത്തിൽ നിയ്യത്ത് വെച്ചിക്കുക. വുളുവിൻ്റെ ഫർദിനെ വീട്ടുന്നു എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? അങ്ങോട്ട് മുങ്ങിയാൽ വുളു കിട്ടും. പക്ഷെ എന്തില്ല? തർത്തീബ് ഉണ്ടാവൂല. മനസ്സിലാവുന്നുണ്ടോ? പിന്നെന്ത് ചെയ്യണം എന്നറിയാം? അവയവങ്ങൾ തേച്ച് കൈകൾ സുന്നത്താണ്. അവയവങ്ങളൊക്കെ എന്ത് ചെയ്യണം? തേച്ച് കൈകൾ സുന്നത്താണ്. പീളക്കുഴി, കൺതടം, പീളക്കുഴി മനസ്സിലായോ? മോതിരമിട്ട സ്ഥലം, കാലിൻ്റെ മടമ്പ് തുടങ്ങിയവ സ്ഥലങ്ങൾ നല്ല ശ്രദ്ധിച്ച് കൈകൾ. അതുപോലെ അകാരണമായി വെറുതെ ഇങ്ങനെ സംസാരിക്കുക. ഒന്നുണ്ടാക്കുമ്പോൾ ഉണ്ടാവും ചില ആളുകൾ, ശ്രദ്ധിച്ചാൽ മതി. വെറുതെ ഇങ്ങനെ സംസാരിച്ചു ഒരു കാര്യം ഉണ്ടാവില്ല. അങ്ങനെ സംസാരിക്കുക തന്നെ. ഒന്നുണ്ടാക്കാൻ വരുമ്പോഴാക്കല്ല എല്ലാ സംസാരങ്ങളും. അതുപോലെ പള്ളി കേൾക്കൽ. അകാരണമായി വെറുതെ ഇങ്ങനെ സംസാരിക്കൽ, വെള്ളം കുടയൽ, തോർത്തൽ മുതലായവ കറാത്താണ്. ഒന്നുണ്ടാക്കി കഴിഞ്ഞിട്ട് ചിലപ്പോൾ മുഖം തുടക്കും. ചിലപ്പോൾ എടുത്ത തുണിൻ്റെ അടിഭാഗം കൊണ്ടേ കയറി തുടക്കുക. അതെന്താണ്? കറാഹത്താണ്. പിന്നെന്ത് ചെയ്യണം? വുളു ചെയ്ത വെള്ളത്തിൽ നിന്ന് കുറച്ച് കുടിക്കണം. വുളു ചെയ്ത വെള്ളത്തിൽ നിന്ന് കുറച്ച് കുടിക്കണം. ഇന്ന ഫീഹി ശിഫാഉൻ മിൻ കുല്ലി ദാ. ഇന്ന ഫീഹി ശിഫാഉൻ മിൻ കുല്ലി ദാ. തീർച്ചയായും അതിൽ എല്ലാ രോഗത്തിനും ശിഫയുണ്ട്. ആ കുടിച്ച വെള്ളത്തിൽ എല്ലാ രോഗത്തിനും ശിഫയുണ്ട്. അല്ലേ? നിങ്ങൾ ആലോചിച്ചാൽ കാണും, നമ്മളെ പള്ളിയിലൊക്കെ ഹൗളുണ്ട്. മാരകമായ രോഗങ്ങൾ, വയറ് അല്ലേ, ചൊറികൾ, എല്ലാ രോഗികളും അതിൽ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? വുളു എടുക്കുന്നത്. ആർക്കെങ്കിലും പകർന്നതായിട്ട് വന്നിട്ടുണ്ടോ? കാരണം ആ വെള്ളത്തിന് മരുന്നാണ്, അതിൽ ശിഫയുണ്ട് എന്നാണ് പഠിപ്പിച്ചത്. നേരെ മറിച്ച് വേറെ നമ്മൾ ഒന്നുണ്ടായ എന്തെങ്കിലും കുളിക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പടരും. ആ വൈറസ് നമ്മളിലേക്ക് പാകും. അല്ലേ? അപ്പോൾ ഇന്ന ഫീ ശിഫാഉൻ മിൻ കുല്ലി ദാഇൻ, അതിലെന്തുണ്ട്? ശിഫ ഉണ്ട്. തീർച്ചയായിട്ടും അതിൽ ശിഫ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ വുളു ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കുടിക്കുക, കുറച്ച് കുടിക്കണം. ഒരു ഗ്ലാസ്സിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചിങ്ങനെ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യണം. വുളു ചെയ്തതിന് ശേഷം ഒരു പ്രാർത്ഥന ഉണ്ട്. നിങ്ങളെല്ലാവരും പഠിച്ചിരിക്കണം, നിർബന്ധം. അറിയാത്ത ഉമ്മമാരും ഉപ്പമാരിൻ്റെ പ്രിയപ്പെട്ടവരെ, വുളു ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥനയുണ്ട്. ഖിബ്ലക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് കൈ രണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, കൂട്ടുകാരെ, അത് നിങ്ങൾ പഠിച്ചിരിക്കണം. പഠിക്കാത്തവർ പഠിച്ചിരിച്ച് നിർബന്ധമായും അത് പ്രാവർത്തികമാക്കണം. ഓരോ വുളു എടുക്കുന്ന സമയത്തും അത് ചൊല്ലണം. എന്താണത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം
بسم الله الرحمن الرحيم أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. ഈ ദുആ നല്ലോണം പഠിച്ചിട്ട് ഇത് പാസ്സാക്കണം. ഇത് കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ. ഈ വിശുദ്ധമായ വചനങ്ങളും എന്താണ്? സുന്നത്താണ്. സൂറത്ത് മുതൽ ഏത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്നുള്ള സൂറത്ത് മുതൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയപ്പെട്ട ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇത് ലൈവ് വരണം, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. നമ്മൾ എത്ര എഴുതിയിട്ട് നമ്മളിത് വീഡിയോ ഇടുക, ലൈവാകുമ്പോൾ നിങ്ങളോട് സംസാരിക്കാമല്ലോ. ഇൻഷാ അല്ലാഹ് എൻ്റെ മണികളായ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരിലേക്ക് എത്തുക. നമ്മളെ ഫാമിലി ഗ്രൂപ്പിൽ നമ്മളൊരുപാട് ഉമ്മമാരുണ്ട്, നമ്മളെ കുടുംബത്തിൽ ഫാമിലി ഗ്രൂപ്പില്ലേ, എല്ലാവർക്കും പഠിക്കാൻ താല്പര്യമുണ്ടാവും. എല്ലാവർക്കൊക്കെ കൊടുക്കുക, അങ്ങനെ പറയാം. യൂട്യൂബിൽ ക്ലാസ് ഉണ്ട്, എല്ലാവരും കാണട്ടെ, മനസ്സിലാക്കട്ടെ. സംശയമില്ലേ ചോദിച്ചോളൂ. ഇൻഷാ അല്ലാഹ് കമൻറ്റിൽ അറിയിച്ച ഉസ്താദ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാഹു തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഉളു ഇവിടെ നമ്മൾ സമാപിച്ചു. ഇനി എന്താണ് ഉളു മുറിയുന്ന കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാൻ. അത് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافي مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر أتوتر الله. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين يا ملك الجبار يا الله. ഈ മജ്‌ലിസ് നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞാൻ പറയുന്നതും കേൾക്കുന്നതുമായ എല്ലാ അറിവുകളും നീ കബൂലാക്കണേ റഹ്മാനെ. ഇത് പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ ഈ ചാനലിലെ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവർക്കും അല്ലാഹുവേ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ അല്ലാഹുവേ അവർക്കൊക്കെ നീ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. രോഗങ്ങളൊക്കെ നീ ശിഫിയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ അല്ലാഹുവിൻ്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചല്ലോ, ഉത്തുലുബുൽ ഇൽമ വലൗ ബിസ്സീൻ, ചൈനയിൽ പോയിട്ടെങ്കിലും നിങ്ങൾ ഇൽമ പഠിച്ചു കൊള്ളണേ എന്ന് പൊന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മുത്ത് റസൂല് നമ്മൾ ഓർമ്മപ്പെടുത്തിയല്ലോ. അതാണ് ഞങ്ങൾ ഈ മജ്‌ലിസിലൂടെ ചെയ്യുന്നത്. അല്ലാഹു ഈ മജ്‌ലിസിൽ നിന്ന് ഇൽമ പഠിക്കുന്നവർക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്, ബറക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ നല്ല ഇൽമ നൽകണേ റഹ്മാനെ, നല്ല ഇൽമ നൽകണേ റഹ്മാനെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم يسر عسيرنا وسهل أمورنا وقل